അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ കോഴിക്കോട് ഭാഗത്തൊക്കെയുള്ള മക്രോണി ചട്ടിപ്പത്തിരി എന്ന് പറയും. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് അടിപൊളി ടേസ്റ്റാണ്, മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് 3 വലിയുള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മല്ലിച്ചപ്പ്, കരിവേപ്പില കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേവിക്കാനുള്ള മക്രോണി, കോഴിമുട്ട, ഇത്ര സാധനങ്ങളൊക്കെയാണ് വേണ്ടിയത്. പിന്നെ ഞാൻ രണ്ട് ദിവസം അല്ല 3 ദിവസം മുന്നേ ചെയ്ത ഷവർമ റോളില്ലേ, അതിന് നല്ല സപ്പോർട്ടുണ്ട്. അതിലിപ്പോഴും കമൻസ് വരുന്നുണ്ട് മ്യൂസിക് കൂടിപ്പോയിന്ന്. ഞാൻ പറഞ്ഞില്ല, ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, അതിൽ മ്യൂസിക് കൂടുതലാണെന്നുള്ള. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. ആദ്യം ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മറ്റേ അടുപ്പിൽ ഞാൻ മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ആ വെള്ളം ചൂടായാലേ മക്രോണി ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് നല്ലോണം വാട്ടിയെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക. മുളക് പൊടി ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് തോന്നിട്ടാൽ മതി. ഇനി ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഷവർമൻ്റെ ഒക്കെ ഫില്ലിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് വേഗം റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഇതിലേക്ക് ഗരം മസാല ആണ് ഇട്ട് കൊടുക്കുന്നത്. ഗരം മസാല എന്തായാലും ഇട്ട് കൊടുക്കണം, എന്നാൽ നല്ലൊരു ഫ്ലേവറാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ജീരകമാണ്, അതിൻ്റെ പൊടിയാണ് വേണ്ടിയത്. ഇനി അതില്ലെങ്കിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കനും കൂടി ഇടാനുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോഴത്തേന് വെള്ളം അവിടെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടാണ് മക്രോണി ഇട്ട് വേവിക്കുന്നത്. ഓയിൽ ഒഴിച്ചാൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ, അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് മക്രോണി ഇട്ട് കൊടുത്തതിന് ശേഷം മക്രോണി ഒന്ന് വേവിച്ചെടുക്കുക. പെട്ടെന്ന് വെന്ത് വരും കേട്ടോ. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ചിക്കനില്ലേ, നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച് അതിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എന്തെങ്കിലും പൗഡർ വേണമെങ്കിൽ, എരിവ് വേണമെങ്കിലോ ഉപ്പ് വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നല്ലോണം മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. അപ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ആക്കുക. ഇനി മക്രോണി വെന്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മക്രോണി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് അതിലുള്ള വെള്ളമൊക്കെ പോക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച മക്രോണിയില്ല, അതിൽ വെള്ളമൊക്കെ പോക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പൗഡർ എന്തെങ്കിലും വേണ്ടിയിട്ട് കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്താൽ നമ്മുടെ ഫില്ലിങ് റെഡിയായി. ഞാൻ പറഞ്ഞില്ല, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന്. വലിയ പണിയൊന്നുമില്ല, വേഗം ഉണ്ടാക്കി കഴിയും. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. നിങ്ങളെടുക്കുന്ന മക്രോണീൻ്റെ അളവ് അനുസരിച്ചെടുക്കും. നിങ്ങൾ മക്രോണി കൂടുതൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ 6 or 7 മുട്ട വേണ്ടി വരും. ഞാനിപ്പോൾ എടുത്ത മക്രോണിക്ക് 5 മുട്ടയാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോന്നായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഈ ഇറച്ചിപ്പത്തിരിക്കൊക്കെ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് ലാസ്റ്റ് ഒന്ന് കോട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതേ ടേസ്റ്റ് വരും. അതിനാണ് പഞ്ചസാര ഇടാൻ പറയുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി വരണം, അതുവരെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിംഗ് ഇല്ലേ നമ്മൾ റെഡിയാക്കി വെച്ച്, അത് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ കുറച്ചൊരു പെപ്പർ പൗഡർ ഇട്ടാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കുക കേട്ടോ.
എല്ലാ ഭാഗത്തേക്കും ആക്കുന്നതിനുണ്ട് നമുക്ക് ഫ്രൈ പാനിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു ചട്ടിപ്പത്തിരി മക്രോണി ചട്ടിപ്പത്തിരി നമുക്ക് വിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഓയിൽ ഒഴിക്കാൻ പറയുന്നത്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ച നമ്മുടെ ഫില്ലിങ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നല്ലോണം പ്രസ് ചെയ്യുക. ഇത് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യുക. എന്നിട്ട് വേഗം സിമ്മിലേക്ക് ആക്കിയതിന് ശേഷം ഫ്ലെയിം കുറച്ചതിന് ശേഷം അടിയിലൊരു ഫ്രൈ പാനോ തട്ടോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ അടി വേഗം കുക്കായി വരും, പക്ഷേ ഉള്ളിലുള്ള അതൊന്നും കുക്കായി വന്നിട്ടുണ്ടാവില്ല. അതാ പറയുന്നത് കേട്ടോ. സിമ്മാക്കിയിട്ട് കുക്ക് ചെയ്യാൻ ഒരു 15 to 20 മിനിറ്റ് മതിയാവും. അപ്പോൾ തന്നെ ഇതൊക്കെ വറ്റി റെഡിയായി വന്നോളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയില വെച്ച് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇല്ല, കഴിഞ്ഞു പോയി, അതാ ഞാൻ വെച്ച് കൊടുക്കാത്ത കേട്ടോ. ഇതാ കേക്ക് ആക്കാൻ നേരത്താണ് നോക്കുന്നത്, അപ്പോൾ കഴിഞ്ഞെടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പുതിനൻ്റെ ഇല വെച്ചത്. പക്ഷേ അത് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കളറ് മാറി വരാം കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാനിതാ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് റെഡി ആയതിന് ശേഷം അടിയിലൊരു ഫ്രൈ പാന് വെച്ചതിന് ശേഷം സിമ്മിലിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരു 15-20 മിനിറ്റ് വെച്ചാൽ മതിയാവും, വേഗം കുക്കായി വന്നോളും. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ അതാ നമ്മുടെ അടിഭാഗമൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മറിച്ചിടാൻ ഉമ്മനെ വിളിച്ചിട്ടുണ്ട്. മോൾ ഭാഗം കുറച്ചൊരു വറ്റാനുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടിട്ട് ഒരു 1-2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ തന്നെ വേഗം വറ്റിക്കോളും. എനിക്ക് മറിച്ചിടാൻ അത്ര എക്സ്പേർട്ടല്ല, അതുകൊണ്ടാണ് ഞാൻ ഉമ്മനെ വിളിച്ചത് കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ നമ്മുടെ മക്രോണി ചട്ടിപ്പത്തിരി റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ കേൾക്കുന്നൊക്കെ ഒരു ഡിഫറെൻറ്റ് ഐറ്റമാണ്. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. വൈകുന്നേരം ചായക്ക് അതുപോലെ തന്നെ നോമ്പിനൊക്കെ പറ്റിയ അടിപൊളി സ്നാക്ക് തന്നെയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റിലൂടെ പറയാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്, മറന്നു. ഇത് ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറഞ്ഞ പോലെ നല്ല സോഫ്റ്റാണ്. എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഓക്കെ, ബായ്.